നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4-അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. തെക്കുംകര പഞ്ചായത്ത് അടങ്കളം മൂഴിക്കുളങ്ങര ഒരു കുടുംബത്തിന് ചോർന്നൊലിക്കുന്ന കൂരയിൽ നരകജീവിതം. മാന്നാമംഗലം പുത്തൂർ റൂട്ടിൽ പുത്തൻകാട് റോഡിലേക്ക് മരം വീണ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ആറ്റൂർ രവിവർമ്മ ട്രസ്റ്റ് ജൂലൈ 26-ന് സാഹിത്യ അക്കാദമിയിൽ പ്രഭാഷണം സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. തൃശൂരിൽ യുവാക്കളെ ആക്രമിച്ച് 4-അംഗ സംഘത്തിന്റെ വൻ സ്വർണ്ണ കവർച്ച. തൃശൂർ വെളിയന്നൂരിൽ 2 ആഭരണ നിർമ്മാണ തൊഴിലാളികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4-അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമിച്ചത്. ആലുവ സ്വദേശികളായ ഷമീർ, ബാസിൽ എന്നിവർക്കാണ് കുത്തേറ്റത്. അക്രമി സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ കൃഷിനാശം സംഭവിച്ച എല്ലാ കർഷകർക്കും അടിയന്തര നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് നിവേദനം നൽകി. പാണഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് KM പൗലോസിന്റെ നേതൃത്വത്തിലാണ് പാണഞ്ചേരി കൃഷി ഓഫീസർക്ക് നിവേദനം നൽകിയത്. വടക്കുംപാറയിലുണ്ടായ കാറ്റിൽ ബാബു KM, ഷാജി കറുത്തേടത്ത്, വർഗീസ് മലങ്കാവുങ്ങൽ, ശോശാമ ചക്കമണ്ണിൽ, ജിമ്മി, സണ്ണി നെടിലാമറ്റത്തിൽ തുടങ്ങിയ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചിട്ടുള്ളതായി നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ, AC മത്തായി, MC ബാബു, സാബു കൊച്ചുകുന്നേൽ, ബിനോയ് എടശ്ശേരി തുടങ്ങിയവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. മലയോര കർഷകർ തങ്ങളുടെ പട്ടയ ഭൂമിയിൽ നട്ടുവളർത്തിയ ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവ മുറിച്ചു വിൽക്കാൻ തടസ്സം നിൽക്കുന്ന സർക്കാർ നിലപാടുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷക വിരുദ്ധ സമീപനങ്ങളും അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് പറഞ്ഞു. മാനം കറുത്താൽ ഇടനെഞ്ചിൽ ഭീതിയുടെ പെരുമ്പറ. ടാർപോളിൻ കൂരയിൽ ദുരിതജീവിതം. ചോർന്നൊലിക്കുന്ന ടാർപോളിൻ കൂരയിൽ ദുരിതജീവിതം. മാനം കറുത്താൽ നിർധന കുടുംബത്തിന്റെ ഇടനെഞ്ചിൽ ഭീതിയുടെ പെരുമ്പറ മുഴങ്ങും. തെക്കുംകര പഞ്ചായത്തിലെ അടങ്കളം മൂഴിക്കുളങ്ങര വീട്ടിൽ ഷീബ, സതീഷ് ദമ്പതികളാണ് പ്രതിസന്ധിയുടെ ആഴം കാണുന്നത്. ശക്തമായ കാറ്റ് വീശിയാൽ തകർന്നു പോയേക്കാവുന്ന ടാർപോളിൻ കൊണ്ട് മറച്ച കൂരയിലാണ് 2 മക്കളടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ താമസം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊട്ടടുത്ത മരക്കൊമ്പുകളും മറ്റും പതിച്ച് ടാർപോളിൻ ഷീറ്റുകൾ ഉൾപ്പെടെ തകർച്ചയുടെ വക്കിലായതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി. മരക്കൊമ്പ് പതിച്ച് ഒരു വശത്തേക്ക് ചെരിഞ്ഞ കൂരയും നോക്കി കണ്ണീർ വാർക്കുകയാണിവർ. മഴ തോർന്നാലും തങ്ങളുടെ കണ്ണീർ തോരില്ലെന്ന് വേദനയോടെ ഇവർ പറയുന്നു. 1 പതിറ്റാണ്ടായി കനാൽപ്പുറത്തെ 5 സെന്റ് ഭൂമിയിലെ ടാർപോളിൻ കൂരയിലാണ് താമസം. ലൈഫ് പദ്ധതിയിൽ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമായില്ലെന്ന് കുടുംബം പറയുന്നു. സുമനസ്സുകളായ നാട്ടുകാർ സഹായിച്ച് വീട് നിർമ്മിക്കാൻ തറ തയ്യാറാക്കിയെങ്കിലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അടച്ചുറപ്പുള്ള ഒരു കൊച്ചു ഭവനമെന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികൃതർ കനിയണമെന്നാണ് ഇവരുടെ നൊമ്പരഭാഷ്യം. ഞങ്ങൾ 11 വർഷമായി ഇവിടെ ഈ ഷെഡ് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. പഞ്ചായത്തിൽ ഇപ്പോൾ വീടുണ്ടെന്ന് തന്നെ അവർ പറഞ്ഞത്. ഇപ്പോൾ വീട് പാസ്സാക്കുന്നത് ഇവിടുന്ന് ഇപ്പം 3-4 വീടാണ്, വീടുള്ളവർക്കാണ് പാസ്സായിരിക്കുന്നത്. ഞങ്ങൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഇതിൽ കിടക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പണിയുമ്പോഴാണ് കാറ്റ്, നല്ലൊരു കാറ്റ് വന്നത്. ആ കാറ്റ് വന്നപ്പോൾ ഇതൊക്കെ ഇളകി അങ്ങോട്ട് പോയി. പിന്നെ അപ്പുറത്തെ വീടിൻ്റെ മൂലോടൊക്കെ പോയി. എന്തായാലും ഞങ്ങൾക്കൊരു വീട് വേണം. ഞങ്ങൾക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ട്. ഞങ്ങൾ ഒരു 5 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ വീട് വെച്ചിരുന്നു. അതിനുള്ള പാകില്ല, ആ ഒരു 5 സെൻറ്റ് സ്ഥലമുള്ളൂ. പഞ്ചായത്തിൽ നിന്നൊരു വീട് ഞങ്ങൾക്ക് അനുവദിച്ച് തരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നത്. പുറത്ത് അവിടെ തിരുമ്പായിരുന്നു, ആ സമയത്താണ് നല്ല ശക്തമായ കാറ്റും മഴയും വന്നത്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് പിടുത്തണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്നും മരങ്ങളൊക്കെ നാടിന് കണ്ടിട്ട്
അവിടെ പൊട്ടിച്ചാടി, പിന്നെ ഓടോളൊക്കെ പറന്ന് പോവുക, അതിനൊക്കെ ഭയങ്കര പേടിയായി ഞങ്ങൾക്ക്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആകെ ഒരു എന്താ പറയാ. അപ്പോൾ നിങ്ങളുടെ വീടിന് എന്ത് പറ്റി? വീട് നോക്കിയ ഇത് അങ്ങോട്ട് ചെരിഞ്ഞു നോക്കി. അവിടെ ഉണ്ട് ഈ തൂണ് അങ്ങനെ ചെരിഞ്ഞ മുട്ട് കൊടുത്തിട്ട്. ഇപ്പം ഞങ്ങൾക്കിത് തുറക്കാൻ പറ്റില്ല, വാട് തുറക്കാൻ പറ്റില്ല. എന്താ അത് ആ തൂണ് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ആകെ ഇതായി. ഇപ്പോൾ ആൾക്കാണെങ്കിൽ 1 മാസമായി പണിയില്ലാണ്ടായിട്ട്. വാടകയ്ക്ക് പോവുകയാണെങ്കിലും ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുക്കാണ്ടപ്പോൾ ഒരു ആളും വീട് തരില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾക്ക്. പ്രൊഫസർ ജോർജ് മേനാച്ചേരിയുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും ഗ്രന്ഥകർത്താവിന്റെ ശതാഭിഷേകവും സെന്റ് തോമസ് കോളേജ് കവിതാ ഹാളിൽ 27 2:30 സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുൻ MP ഡോക്ടർ ചാൾസ് ഡയസ് അധ്യക്ഷത വഹിക്കും. എൻസൈക്ലോപീഡിയ രക്ഷാധികാരികളെയും എഴുത്തുകാരെയും ആദരിക്കൽ, ശതാഭിഷിക്തന്റെ ഗ്രന്ഥപ്രകാശനം, ഒറ്റ ദിവസം കൊണ്ട് 35 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ അനുസ്മരണം, മാഗി ജോർജിന്റെ അശീതി സമാദരണം എന്നീ പരിപാടികളാണ് നടക്കുക. ഫാദർ ദേവസി പന്തലുകാരൻ, ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, പ്രൊഫസർ VA വർഗീസ്, പ്രൊഫസർ VG തമ്പി, ഡോക്ടർ പുത്തേഴുത്ത് രാമചന്ദ്രൻ, ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി, കലാസദൻ പ്രസിഡന്റ് ബാബു J കവലക്കാട്ട്, ജോസ് ഡേവിഡ് എന്നിവർ സംസാരിക്കും. എൻസൈക്ലോപീഡിയ അടക്കമുള്ള ഗ്രന്ഥങ്ങളുടെ പ്രദർശനം ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ജോൺ സിറിയക്, ഡോക്ടർ പുത്തേഴുത്ത് രാമചന്ദ്രൻ, പ്രൊഫസർ VA വർഗീസ്, ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി, ബാബു J കവലക്കാട്ട് എന്നിവർ പങ്കെടുത്തു. പ്ലാറ്റൂൺ തൃശൂരിന്റെ 36ാമത് വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സന്തോഷ് PB, വൈസ് പ്രസിഡന്റ് രാജു NO, സെക്രട്ടറി സോജൻ P ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി MV ജോസ്, ട്രഷറർ ഡേവിസ് പുലിക്കോട്ടിൽ, കമ്മിറ്റി അംഗങ്ങളായി ജെബി ചെമ്പൻ, ശ്രീനിവാസൻ L എന്നിവർ സ്ഥാനമേറ്റു. 1 വർഷത്തെ കർമ്മ പരിപാടികൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും സ്പോർട്സ് മേഖലയിലും കുട്ടികളുടെ പഠന സഹായ പദ്ധതിയിലും ഈ വർഷം കൂടുതൽ പ്രാധാന്യം നൽകും. ചേതന ഗാനാശ്രമം, ഓട്ടിസം സൊസൈറ്റി, അഡാപ്റ്റ് സൊസൈറ്റി, പരിവാർ എന്നീ സംഘടനകൾ 27 മൈലിപ്പാടത്തെ ചേതന ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടത്തുമെന്ന് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്ക സംഗീത ചികിത്സയും ഭിന്നശേഷി കുട്ടികളുടെ സൗഖ്യവും എന്നതാണ് വിഷയം. ഭിന്നശേഷി കുട്ടികളുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും സെൻസറി മോട്ടോർ കോർഡിനേഷനെയും സംസാരത്തിൽ സംഗീതത്തിലൂടെ എങ്ങനെ ചിട്ടപ്പെടുത്താമെന്നും ശക്തിപ്പെടുത്താമെന്നും അവരുടെ ഭാഷണ രീതി എങ്ങനെ ആരോഗ്യകരമായി ക്രമീകരിക്കാമെന്നും ഈ സെമിനാർ കുട്ടികളുടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തും. സംഗീതജ്ഞനും ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിസ്റ്റുമായ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, അമേരിക്കയിലെ വെർജീനിയ സർവകലാശാലയിലെ പോസ്റ്റ് ഡോക്ടർ വിദ്യാർത്ഥി ഫാദർ ഡോക്ടർ ജോബി പുളിക്കൽ എന്നിവർ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾക്കും സ്പെഷ്യൽ അധ്യാപകർക്കും വേണ്ടിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, AV സണ്ണി, AS രവി, A സന്തോഷ്, VS രമേശൻ എന്നിവർ പറഞ്ഞു. ഒരിടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക്
ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മാന്നാമംഗലം പുത്തൂർ റൂട്ടിൽ പുത്തൻകാട് റോഡിലേക്ക് മരം വീണു. ഏറെ നേരം ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് റോഡിന് കുറുകെ മരം ഒടിഞ്ഞു വീണത്. പുത്തൻകാട് കുറുപ്പത്ത് വളവിന് സമീപമാണ് സംഭവം. റോഡിന് സമീപം നിന്നിരുന്ന വലിയ പഞ്ഞിമരം കാറ്റിൽ ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മരം വീഴുന്ന സമയം വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. മരം വീണതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മറ്റൊരു മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ക്യാൻസർ എന്ന രോഗം മൂലം സ്വന്തം ഗ്രാമത്തെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു കൂട്ടം കർഷകരുടെ കഥ പറയുന്ന ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചലച്ചിത്രം അമല ഹോസ്പിറ്റലിൽ ഓഡിയോ ട്രെയിലർ അവതരിപ്പിക്കുമെന്ന് സംവിധായകൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ ജെയ്സൺ മുണ്ടൻമാടി, TG രവി, IM വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാവ് ശോഭ നായർ, സംവിധായകൻ NA ബൈജു, നായിക ആയിഷ ബിൻ, അമല ഹോസ്പിറ്റൽ PRO ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന തെക്കുങ്കര പുന്നമ്പറമ്പ് സ്വദേശി രാമൻകുട്ടി മേനോൻ മനക്കലാത്തിന്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുമാണ് പുരസ്കാരം. അച്ചടി മാധ്യമ വിഭാഗത്തിൽ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയും മാധ്യമം ദിനപത്രത്തിന്റെ വൈപ്പിൻ ലേഖികയുമായ ഹസീന ഇബ്രാഹിമിനും, ദൃശ്യമാധ്യമ പുരസ്കാരം വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയും ചേലക്കര റൈറ്റ് വിഷൻ ചാനൽ ചീഫ് റിപ്പോർട്ടറുമായ PV സമീറിനുമാണ്. 5555 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ജൂറി കമ്മിറ്റി ചെയർമാൻ V മുരളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 28-ന് രാവിലെ 11-ന് കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, സെക്രട്ടറി TD ഫ്രാൻസിസ്, ട്രഷറർ CK വേണുഗോപാൽ എന്നിവരും പങ്കെടുത്തു. ഹസീന ഇബ്രാഹിമിന്റെ വെള്ളപ്പൊക്കത്തിൽ വൈപ്പിൻ എന്ന വാർത്തയാണ് ജൂറി പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 2018-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം വേലിയേറ്റത്തിന്റെ കെടുതികളിൽ കഴിയുന്ന വൈപ്പിൻ ജനതയുടെ ദുരിതം വരച്ചു കാട്ടുന്നതാണ് വാർത്ത. പ്രശ്നത്തിന്റെ വ്യാപ്തി, കാരണങ്ങൾ, പരിഹാരം എന്നിവയെല്ലാം വാർത്തയിലുണ്ടെന്ന് ജൂറി നിരീക്ഷിച്ചു. ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് PV സമീറിന്റെ വീടില്ലെങ്കിലും ശൗചാലയം വേണമെന്ന മനുഷ്യമുഖമുള്ള വാർത്തയാണ്. പാഞ്ഞാൾ സ്വദേശിയുടെ ദുരിത ജീവിത ദൃശ്യവൽക്കരണം ഏറെ മനോവേദനയോടെ മാത്രമേ കണ്ടിരിക്കാനാകൂവെന്ന് ജൂറി വിലയിരുത്തി. തൃശൂരിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പരേരയാണ് രക്ഷപ്പെട്ടത്. അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് എന്നെഴുതിയ വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് രക്ഷപ്പെടുമ്പോൾ ഇയാളുടെ വേഷം. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിക്കായി വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് ലഹരി കേസിൽ പിടിയിലായ ഇയാൾ ജയിൽ മാറ്റത്തിന്റെ ഭാഗമായാണ് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിലാണ് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയത്. ഇതിനിടയിലാണ് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത്. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജുവല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി
തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ആസ്ഥാനമായി രൂപീകരിച്ച ആറ്റൂർ രവിവർമ്മ ട്രസ്റ്റ് കവിത, വിവർത്തനം, അധ്യാപനം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ ഇക്കൊല്ലം മുതൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1ാമത്തെ സ്മാരക പ്രഭാഷണം നടത്തുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് കവിയും വിവർത്തകയും എഡിറ്ററുമായ സമ്പൂർണ്ണ ചാറ്റർജിയാണ്. തമിഴ് എഴുത്തുകാരൻ ജയമോഹൻ സംസാരിക്കും. കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിക്കും. 2024 ജൂലൈ 26 വൈകിട്ട് 4 മണിക്ക് കേരള സാഹിത്യ അക്കാദമിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കെ സച്ചിദാനന്ദൻ, അൻവർ അലി, KJ ജോണി, വിജേഷ് എടക്കുന്നി എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ ജീവനക്കാർക്ക് ന്യായമായ ആവശ്യങ്ങളും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും കാലതാമസം കൂടാതെ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വത്സരാജ്. KGOF സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ J. ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അപ്സര മാധവ് അധ്യക്ഷത വഹിച്ചു. R. ഹരികുമാർ, PK ശ്രീരാജ് കുമാർ, പ്രിയ, MA സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ കേശവപ്പടിക്ക് സമീപം അജ്ഞാത വാഹനമിടിച്ച് വീട്ടമ്മ മരിച്ചു. കഴിഞ്ഞ രാത്രി 8:30യോടെയാണ് സംഭവം. മരത്താക്കര മേലടത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ ഭാര്യ 47 വയസ്സുള്ള എൽസിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:30ഓടെ ഇവരെ ഒല്ലൂർ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നത് വഴിയാത്രക്കാർ കണ്ടെത്തി. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മരിച്ച എൽസിയുടെ മക്കൾ അനീഷ, അനീഷ്, സുധീഷ്, മരുമകൻ സനീഷ്. ഇടിച്ച വാഹനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4-അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. തെക്കുംകര പഞ്ചായത്ത് അടങ്കളം മൂഴിക്കുളങ്ങര ഒരു കുടുംബത്തിന് ചോർന്നൊലിക്കുന്ന കൂരയിൽ നരകജീവിതം. മാന്നാമംഗലം പുത്തൂർ റൂട്ടിൽ പുത്തൻകാട് റോഡിലേക്ക് മരം വീണ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ആറ്റൂർ രവിവർമ്മ ട്രസ്റ്റ് ജൂലൈ 26 സാഹിത്യ അക്കാദമിയിൽ പ്രഭാഷണം സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.